നേരം വെളുക്കുമ്പോൾ തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഊബറിന്റെ അവസ്ഥ ഇതാണ്. ഉച്ചവരെയുള്ള ഓട്ടോ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായപ്പോഴത്തേക്ക് റൂമിന്റെ അങ്ങോട്ട് ഒരു ട്രിപ്പ് അടിച്ചു. അങ്ങനെ നേരെ ആളെ കൊണ്ടിറക്കി റൂമിലുള്ളവന്മാരെല്ലാം കൂടെ പറക്കിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. നേരെ പോയത് നമ്മുടെ കാക്കനാടുള്ള പണ്ടാരിസ് ബിരിയാണിയിലോട്ടായിരുന്നു. നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു. അവിടുന്ന് ഓരോ ബീഫ് ബിരിയാണിയും കഴിച്ച് അവന്മാരെ കൊണ്ടാക്കാൻ വേണ്ടി നേരെ റൂമിന്റെ അങ്ങോട്ട് പോയി. അപ്പോഴും മഴയ്ക്കൊരു കുറവില്ലായിരുന്നു. ഗൈസ് അവന്റെ മെയിൻ മുദ്ര കാണിച്ചു തരാം, അതുകൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞ് കാണിച്ചു തന്നാണ്. പോകുന്ന പോക്ക് കണ്ടില്ലേ, ഈയിടെയായിട്ട് ഇവന് ചെറിയ അഹങ്കാരമുണ്ട്. അങ്ങനെ അവന്മാരെ റൂമിലാക്കി ഞാൻ നേരെ ഓടാൻ. ഗൈസ് ആർക്കും നടന്നു പോകാൻ പറ്റാത്തതുകൊണ്ടാണോ അതോ ട്രാഫിക് ബ്ലോക്കിന്റെ പ്രശ്നം കൊണ്ടാണോ അറിയില്ല, പള്ളിയിലച്ചൻ സൺറൂഫിലൂടെ എണീറ്റ് നിന്ന് കുരിശ് പിടിച്ചേക്കുന്നു. പുറകിൽ നിരനിരയായിട്ട്. രാത്രി 8 മണി ആയി കഴിഞ്ഞാൽ ഈ വാഴക്കാല പെട്രോൾ പമ്പിൽ CNG അടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവസ്ഥ ഇതാണ്. അങ്ങനെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് നേരെ റൂമിൽ വന്ന് ഫുഡ് കഴിക്കാനാണ് പോയത്. കാക്കനാട് എന്നുള്ള ടോമിയം എന്ന് പറയുന്ന കുഞ്ഞു കടലാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. അഫോർഡബിൾ റേറ്റിൽ ഫ്രൈഡ് റൈസ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞ് കഴിക്കാൻ കയറിയത്. ഓരോ ഫ്രൈഡ് റൈസും ഒരു 65 ഓർഡർ ചെയ്തു. 65 നല്ല ചൂടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസിന് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ റേറ്റിനുള്ള ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് നേരെ പോയത് വാഴക്കാല പമ്പിലോട്ടാണ് CNG അടിക്കാനൊക്കെ. അങ്ങനെ അവിടുന്ന് ഫുൾ ടാങ്ക് CNG അടിച്ച് നേരെ റൂമിലേക്കാണ് പോയത്. സാറ് കുളിച്ചൊരുങ്ങി സുന്ദരിയൊക്കെ ആയിട്ട് നൈറ്റ് ഡ്യൂട്ടിക്കുള്ള തയ്യാറെടുപ്പിലാണ്.